GCCയിൽ ഒരു കാലത്തും യൂറോപ്യന്മാർക്കോ വിദേശികൾക്കോ കീഴ്പ്പെടാത്ത ഒരു രാജ്യമാണ് സൗദി അറേബ്യ. പല ഗോത്രവിഭാഗങ്ങൾ ഭരിച്ചിരുന്ന ഭൂപ്രദേശം ഒരു ഐക്യ സൗദി അറേബ്യയായി 1932 മാറിയത്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അറബ് രാജ്യം സൗദി അറേബ്യയല്ല, അത് അൾജീരിയയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ അറബ് രാജ്യത്തോടൊപ്പം ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യവും അൾജീരിയയാണ്. അൾജീരിയയുടെ 80% ഭൂഭാഗവും സഹാറ മരുഭൂമിയാണ്. നാച്ചുറൽ റിസോഴ്സുകൾ കൊണ്ട് സമ്പന്നമായ അൾജീരിയ നാച്ചുറൽ ഗ്യാസുകളുടെ കാര്യത്തിൽ ലോകത്ത് 10ാം സ്ഥാനത്താണ്. എങ്കിലും ഗ്ലോബൽ പൊളിറ്റിക്സിൽ അത്രത്തോളം വലിയ സ്വാധീനം അൾജീരിയക്കില്ല. GCC രാജ്യങ്ങളിൽപ്പെട്ട കുഞ്ഞു രാജ്യങ്ങളെക്കാളും ഗ്ലോബൽ പൊളിറ്റിക്സിലെ സ്വാധീനം അൾജീരിയക്ക് കുറവാണ്. ഇസ്ലാമിസ്റ്റ് ഭരണം നിലനിൽക്കുന്ന സൗദി അറേബ്യ എന്ന് വിമർശിക്കപ്പെടുമ്പോഴും സൗദി അറേബ്യ ഒരുപാട് ബഹുദൂരം മുന്നിലായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. സാമ്പത്തിക വ്യാവസായിക മേഖലകളിലെല്ലാം കരുത്തുലയിക്കുന്ന സൗദി അറേബ്യ ഗ്ലോബൽ പൊളിറ്റിക്സിൽ തന്നെ വലിയ ശക്തിയാണ്. എന്നാൽ 43 ലക്ഷത്തോളം മനുഷ്യരുള്ള അൾജീരിയ അത്രത്തോളം വലിയ സാമ്പത്തിക ശക്തിയോ ഡിപ്ലോമാറ്റിക് ഗ്ലോബൽ പവറോ ആയി മാറിയിട്ടില്ല. ചർച്ച ചെയ്യുമ്പോൾ അൾജീരിയ 99% മുസ്ലിങ്ങളുള്ള ഒരു സെക്യുലർ രാഷ്ട്രമാണ്. 1990കളിൽ ഇസ്ലാമിസ്റ്റ് ഭരണം തിരഞ്ഞെടുപ്പിലൂടെ സ്ഥാപിതമാവും എന്നായപ്പോൾ പട്ടാളത്തിന്റെ ഉരുക്കുമിഷ്ടി കൊണ്ട് 10 വർഷത്തോളം അടിച്ചമർത്തൽ നയങ്ങൾ തുടർന്നു. 2019 ആഫ്രിക്കയിലെ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾക്കും അൾജീരിയ സാക്ഷ്യം വഹിച്ചു. അബ്ദുൽ അസീസ് ബൂത്തഫ്ലിക്ക എന്ന പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രസിഡന്റ് പദത്തിൽ രോഗാവസ്ഥയിൽ അള്ളിപ്പിടിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ താഴെ ഇറക്കുന്നതിന് വേണ്ടി ഏറ്റവും വലിയ സമാധാന പ്രക്ഷോഭത്തിന് അൾജീരിയ സാക്ഷിയായി. ഭരണത്തിൽ പട്ടാളത്തിന് നല്ല രീതിയിൽ സ്വാധീനമുള്ള വ്യവസ്ഥയാണ് അൾജീരിയയിൽ നിലവിലുള്ളത്. 30% യുവാക്കളും തൊഴിൽ രഹിതരാണ്. സാമ്പത്തിക വൈവിധ്യവൽക്കരണങ്ങളോ മറ്റു സാമ്പത്തിക പുനരുദ്ധാരണ നയങ്ങളോ നടക്കാത്തതിനാൽ രാജ്യം ഇന്നും സാമ്പത്തികമായിട്ട് നില മെച്ചപ്പെടുത്തുവാൻ പോരാടുകയാണ്. ഭൂമിശാസ്ത്രപരമായിട്ടും സാമ്പത്തികമായിട്ടും അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും ഒരിക്കലും ഒരു വൻ ശക്തിയായി മാറുവാൻ സൗദി അറേബ്യയെക്കാളും മുന്നിലെത്തുവാനോ സൗദി അറേബ്യക്ക് ഒപ്പമെത്തുവാനോ അൾജീരിയക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല.